ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ്. ഇന്ന് നമുക്ക് എല്ലാവരും ട്രെൻഡിങ്ങിന്റെ പിന്നാലെ ഓടല്ലേ. ഇത് ബീച്ചിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കൂന്തൾ നിറച്ചത് നമുക്ക് അത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. എളുപ്പം തയ്യാറാക്കാം. അവിടെ പോയി ക്യൂ നിൽക്കൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അല്ലാതെ വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നുള്ളത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണിത്. നല്ല മസാല ഒക്കെ ഉണ്ടാവും. അപ്പം അതിന് നമുക്ക് കറിയൊന്നും വേറെ വേണ്ട. അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് കൂന്തളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ കൂന്തൾ കുറച്ച് 3 മാത്രമേ ഞാൻ നറുക്കാൻ എടുത്തുള്ളൂ. ബാക്കി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മസാല പുരട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരിഞ്ജീരകം, കസൂർ മേത്തി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ആവശ്യത്തിനുള്ളത് എടുത്ത് ഞാൻ 2 അതിലേക്കുണ്ട്. പിന്നെ ഞാൻ മത്തി വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും കൂടിയുള്ള മസാലയാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഞാൻ അതിലേക്ക് കുറച്ചൊരു വിനീഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ, സുർക്ക. അത് കുറച്ച് ഒഴിച്ചാൽ മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ചിക്കനിലും നമ്മൾ ഈ മസാല പറ്റുമ്പോൾ കുറച്ച് വിനീഗർ ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹാർഡ് ഉണ്ടാവില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ചിക്കനൊക്കെ. അപ്പോൾ ഞാനിതങ്ങനെ പുരട്ടി വെച്ച് എന്നിട്ട് നമുക്ക് കൂന്തൾ ആദ്യം ഞാൻ മുറിച്ച കൂന്തളാണ് ഇട്ടിട്ട് മസാല പുരട്ടുന്നത്. കൂന്തൾ കണ്ടപ്പോഴേ ഒന്ന് നറക്കുക. ഇപ്പോൾ ട്രെൻഡിങ് മാത്രമല്ല, ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ കുറച്ചൊരു നമ്മളിപ്പോൾ സാധാ മസാല പുരട്ടി പൊരിക്കുന്ന മാതിരിയല്ല, കുറച്ചൊരു പണിയുണ്ട്. എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഈ കൂന്തൾ ഇങ്ങനെ പൊരിച്ച് കഴിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ നിറച്ച് പിന്നെ പൊരിക്കുന്നതൊക്കെ. ഇതങ്ങനെ നല്ല ഉള്ളൊക്കെ നല്ല ക്ലീനാക്കി ഞാൻ വൃത്തിയാക്കി എടുത്തിരുന്നു കേട്ടോ. അതിൻ്റെ തലൊക്കെ ഞാൻ ചെറിയതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇത് മസാല ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ രാത്രിത്തേക്കാണ് ഈ കൂന്തൾ പിന്നെ ഫ്രൈ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മസാല ഒക്കെ പുരട്ടി രാവിലെ തന്നെ എടുത്ത് വെച്ചാൽ നമുക്ക് രാത്രിയിലേക്ക് എളുപ്പത്തിൽ വേഗം ചെയ്യാമല്ലോ. അതിലേക്ക് കുറച്ചൊരു ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഇല്ല, അതിന് വേണ്ടിയിട്ട് വലിയ ഉള്ളിയാണെങ്കിൽ 1 മതി, അല്ലെങ്കിൽ 2 വേണം കേട്ടോ. പിന്നെ പച്ചമുളക് 2, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കരിവേപ്പും മല്ലിയിലയും, അങ്ങനെ എല്ലാം കൂടി വേണം. മല്ലിയില ഞാൻ കുറച്ച് ഇതിലിട്ടിട്ടുള്ളൂ, ബാക്കി ഞാൻ അവിടെ അതിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലോണം ഒന്ന് വഴന്ന ശേഷം ഉപ്പിട്ടിട്ടില്ല, കാരണം ഞാൻ നമ്മളെ മീനിൻ്റെ മസാല ഇല്ലേ അതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നമ്മൾ മസാല പുരട്ടി വെക്കുമ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടുള്ള മുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുള്ള ആ മസാലേൻ്റെ നമ്മൾ പറയുക കായം എന്നാണ്. അത് കുറച്ച് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നോക്കിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊരു കളറ് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചേർക്കുമ്പോൾ അതിന് വേറൊരു കളറാണല്ലോ കേട്ടോ. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. ഈ മീനിന് പുരട്ടിയ ആ മസാലയാണ് ഞാൻ അതിലേക്ക് ഇട്ടത്. ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മസാല പുരട്ടുമ്പോൾ തന്നെ കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ്. നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ മീൻ പൊരിക്കുമ്പോൾ ഒക്കെ അതിട്ടാൽ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഞാനിത് നന്നായിട്ട് ഫില്ല് ചെയ്ത്, സ്പൂൺ കൊണ്ട് ഒന്നും ഇടാൻ കഴിയില്ല, നമ്മൾ കൈ കൊണ്ട് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിത് ഇതിലേക്ക് നല്ല ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തള്ളി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടി എളുപ്പം ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്, അതിങ്ങനെ നെക്കി അങ്ങോട്ട് താഴേക്ക് ആക്കുന്നുണ്ട്. അടിയിലേക്ക് സ്പൂണ് പോകില്ല, കുറച്ച് നീളമുള്ള കൂന്തളല്ലേ. അപ്പം അങ്ങനെ ഞാനിതാ അത്യാവശ്യത്തിന് നിറച്ച് വെച്ച ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഇത് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളും കഴിക്കുമ്പോൾ വേണമല്ലോ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്, തീരെ ഇല്ലാതാവരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഫില്ലിങ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. ഈ ഫില്ലിങ് ആണെങ്കിൽ ഫില്ലിങ് മാത്രം മതി, അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫില്ലിങ് കേട്ടോ. ഞാൻ ആ മുളക് പൊടി ഇട്ടുമ്പോൾ ഉള്ള ഒരു ഫ്ലേവർ കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ഈ മസാലയിൽ. അങ്ങനെ എന്നിട്ട് നമ്മൾ ഓലൻ്റെ ഈളുണ്ടല്ലോ, അതാണ് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ കുത്തിയിട്ട് അത് ക്ലോസ് ചെയ്യുന്നത്. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് മതി, എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ല. അതിപ്പോൾ ഞാൻ ഓലൻ്റെ ഈളെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് കണ്ടോ. ഇത് കുറച്ചും മാംസം കുറച്ചൊരു കട്ടിയുള്ള കൂന്തളാണ്, നേരിയ കൂന്തളല്ല, കുറച്ചൊരു ഇതുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കീറി പോകുന്നില്ല കേട്ടോ. അതങ്ങനെ ചെയ്തിട്ട് ബാക്കി ഭാഗം ഞാൻ മുറിച്ച് കളയുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ചും കൂടി ഒരു വലുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചും കൂടി കണ്ട. മറ്റേത് കുറച്ചൊരു ആ ഭാഗം ചെറുങ്ങനായിരുന്നു, അത് നീളം കൂടുതലേ, ഇത് കുറച്ചൊരു വണ്ണുള്ള ടൈപ്പ്. അങ്ങനെ 3 ഞാൻ എടുത്തിട്ടുള്ളൂ, പിന്നെ നറുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ആളില്ലാത്തതിനെ കൊണ്ട് അത് മതിയല്ലോ വിചാരിച്ച്. അപ്പം അങ്ങനെ ബാക്കി ഞാൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അങ്ങനെ വെച്ചും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്
ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കുത്തി വെച്ച് നമുക്ക് ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മുങ്ങി പൊരിഞ്ഞെടുക്കല്ല. ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ വെച്ച് നോക്കിയപ്പോൾ കുറച്ച് പോരായുണ്ട്, കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ വീർത്ത് വരും. പൊട്ട ചിലത് ഇങ്ങനെ പൊട്ടും. ഈ കൂന്തളൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടല്ലേ പൊരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇതും ഞാൻ മൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പൊട്ടി തെറിക്കേണ്ട വിചാരിച്ചു, ഇതിങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അത് ചൂടട്ടിയപ്പോൾ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഇത് മറിച്ചിട്ട് നല്ലോണം ഒന്ന് നന്നായി മൊരിഞ്ഞ ശേഷം ഞാൻ എന്താക്കുന്നുണ്ട്, ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് നമ്മൾ മസാല ഇട്ടിട്ടില്ലേനു ഉള്ളിയിൽ, അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ആ ബാക്കിയുള്ള മസാല കുറച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. ആ മസാല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും വെളുത്തുള്ളിയൊക്കെ ഉള്ള നമ്മളെ മീൻ പുരട്ടിയ ആ മസാല തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് അതൊന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ഇങ്ങനെ അതിലേക്ക് ആ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ച് വരുന്ന വരെ നമുക്ക് എന്താക്കാം, ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കണ്ടോ, അങ്ങനെ എല്ലാ ഉള്ളിയൊക്കെ അതിലേക്ക് നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല ഒക്കെ കൂട്ടാൻ നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമുക്ക് ഇത് എടുത്തു മാറ്റി വെക്കാം. അടിപൊളി ടേസ്റ്റുള്ള കൂന്ത നിറച്ചത് തയ്യാറായി എന്ന് പറയാം. അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്